ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സ് മാറുമോ. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് ചേഞ്ച് ആകുമോ? നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് ചേഞ്ച് ആകുമോ? ഓക്കെ, ഇത് മനസ്സ് മാറണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ മച്ചമ്പിയുടെ സ്വഭാവം ഒന്ന് ചേഞ്ച് ചെയ്യണം. സ്വഭാവം ചേഞ്ച് ചെയ്യാതെ മനസ്സ് മാറിയിട്ട് കാര്യമില്ല. ഇവിടെ അങ്ങനെയാണ് കാണിക്കുന്നത്. കാരണം പുള്ളി തന്നെ അല്ലെങ്കിൽ പുള്ളിക്കാരത്തി തന്നെ കുറച്ച് സ്വന്തമായിട്ടൊരു നിയമാവലിയൊക്കെ അല്ലെങ്കിൽ ഒരു നിഘണ്ടുവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ നിഘണ്ടുവില് ചില ആളുകൾക്ക് സജഷൻ കൊടുക്കാം, ചില ആളുകൾക്ക് ആ നിഘണ്ടുവില് ഒന്ന് എത്തിപ്പിടിക്കാൻ പോലും പറ്റത്തില്ല. ഇവര് വിചാരിക്കണ ആളുകൾക്ക് മാത്രം അതിനകത്ത് സജഷൻ കൊടുക്കാം. അപ്പൊ അവർ ആ സജഷൻ അക്സെപ്റ്റ് ചെയ്യും. അല്ലാത്തവരെ ആണെന്നുണ്ടെങ്കിൽ അവർ ആ നിഘണ്ടു തുറക്കാൻ പോലും തയ്യാറാവൂല. മനസ്സിലായോ? പിന്നെ ഇവരുടെ കൂടെ ആര് വരുന്നു? ഇപ്പൊ നിങ്ങളാണ് ഇവരുടെ കൂടെ വരുവാണെന്നുണ്ടെങ്കിലും ഇവരുടെ കൂടെ വരുന്നവരെല്ലാവരും ഇവർക്ക് അനുസരിച്ച് നിൽക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹം. ഇവരുടെ സ്വഭാവത്തിനനുസരിച്ച് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കണമെന്നാണ് ആഗ്രഹം. നിങ്ങൾക്ക് മാറ്റം വരുത്തണം. ഇവർക്ക് അനുകൂലമായിരിക്കണം. നിങ്ങൾക്ക് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണ് ജീവിതത്തിൽ വരുവാണെന്നുണ്ടെങ്കിലും ഇവരുടെ കാര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കണം. അത് ഇവരെ സന്തോഷിപ്പിക്കണം. ഇതിപ്പോ ഫിനാൻഷ്യലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെന്നുണ്ടെങ്കിലും എന്ത് പരിപാടിയിലാണെങ്കിലും ഇവർക്ക് സന്തോഷം കിട്ടുന്നതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ, ഇവര് പല രീതിയിലുള്ള കുണുകുണു പ്രവർത്തികൾ, കുറച്ച് പരിപാടികളൊക്കെ ചെയ്യും. അതൊക്കെ നിങ്ങൾ അയ്യോ ഞാൻ കണ്ടില്ല, അയ്യോ ഞാൻ കേട്ടിട്ടില്ല, അതൊന്നും ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല, ഞാൻ അതൊക്കെ അങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ വരുമ്പോ എന്താണ് തലയിൽ കൂടി തോർത്തു വിട്ടോണ്ടിരിക്കാം, കുറെയൊക്കെ കണ്ടില്ലെന്ന് നടിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ കണ്ണടച്ചിരിക്കുക എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. എന്തിന് നിങ്ങൾ ചോദ്യം ചെയ്യുന്നു എന്നൊക്കെയാണ് നിങ്ങളുടെ പച്ചമ്പി വിചാരിക്കുന്നത്. വല്ലാത്ത വിചാരമാണ് ഇതൊക്കെ. കാരണം എന്തെങ്കിലും ഇപ്പൊ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പരിപാടികൾ നടക്കുമ്പോൾ ഒബ്വിയസ്ലി ആരാണെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പൊ അതൊന്നും ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ മുമ്പിൽ ഞാൻ പല രീതിയിലുള്ള കുൽസിത കാര്യങ്ങളൊക്കെ ചെയ്യുമോ, അപ്പൊ അത് നിങ്ങൾ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നു? അപ്പൊ അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണ്ടേ? അപ്പൊ അതൊക്കെ വരുമ്പോഴാണ് നിങ്ങൾ തലയിൽ കൂടി തോർത്തു വിട്ടോണ്ട് മിണ്ടാതിരിക്കണോന്നൊക്കെ നിങ്ങളുടെ ആള് വിചാരിക്കുന്നത്. ഓക്കെ, എല്ലാത്തിനും ഇപ്പൊ പച്ച മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും വളവെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതെന്നും പറഞ്ഞാണ് നിങ്ങളുടെ ആൾ ഇരിക്കുന്നത്. അതിപ്പോ ഇവർക്ക് പല രീതിയിലുള്ള മൂഡ് സ്വിങ്സ് ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് പർട്ടിക്കുലർ സമയത്ത് മാത്രം നിങ്ങളോട് മിണ്ടാൻ താല്പര്യം ഉണ്ടാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇവര് കുറച്ച് വാഗ്ദാനങ്ങളൊക്കെ തരും. അപ്പൊ ആ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യുമായിരിക്കും. അപ്പൊ അത് നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടൂല. അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച്, നിങ്ങളിപ്പോ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് വാക്കുകളൊക്കെ തരും. അതായത് അടുത്ത ആഴ്ച നടത്താം, അടുത്ത മാസം നടത്താം, 3 മാസം കഴിഞ്ഞ് നടത്താം. അങ്ങനെ നടത്താന്ന് പറഞ്ഞാൽ നിങ്ങളെ നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. അപ്പൊ അതൊക്കെ നിങ്ങൾ അയ്യോ ഇങ്ങനെ 3 മാസം കഴിഞ്ഞില്ലേ, 5 മാസം കഴിഞ്ഞില്ലേ, ചിലപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളായിരിക്കാം, അതും അല്ലാന്നുണ്ടെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് കാര്യമായിരിക്കാം, മാരേജ് ആയിരിക്കാം, അതും അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കാം.
അപ്പൊ അതൊക്കെ നിങ്ങൾ ചോദ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അന്ന് ചെയ്യാം. നാളെ നാളെ നീളെന്നും പറഞ്ഞ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. അപ്പൊ അതിനെയൊക്കെ കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ബുദ്ധിമുട്ടുണ്ടാവും. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് എന്താ പറയാ, ഞാൻ ഇതെല്ലാം ചെയ്യാൻ ബാധ്യസ്ഥനാണ്. പുള്ളീനെ തന്നെ ലൈറ്റായിട്ടൊക്കെ ഒന്ന് കുറ്റപ്പെടുത്തി, വളരെ ലൈറ്റായിട്ട്, ഒരുപാട് കുറ്റപ്പെടുത്തിയൊന്നുമില്ല. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നോക്കണമല്ലോ. അപ്പൊ നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പുള്ളി നൈസായിട്ട് ഇങ്ങനെ ലൈറ്റായിട്ടൊക്കെ ഒന്ന് കുറ്റപ്പെടുത്തി നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് വീണ്ടും ഇടം പിടിക്കും. അപ്പൊ ഇടം പിടിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പിന്നെ പൂർണ്ണമായിട്ട് ഈ വ്യക്തിയുടെ അടുത്ത് ഈ വ്യക്തി പറയുന്ന വാക്കുകളിലും പ്രവൃത്തികളിലും വിശ്വസിച്ച് പൂർണ്ണമായിട്ടും നിങ്ങൾ നിൽക്കും. അപ്പൊ നിങ്ങൾക്ക് എന്താണ്, ഈ വ്യക്തി ഇന്ന് എന്നോട് സംസാരിച്ച്, ഈ വ്യക്തി ഇന്ന് എന്നോട് എല്ലാ രീതിയിലും നല്ല രീതിക്ക് പെരുമാറി. അപ്പൊ നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, ഈ വ്യക്തി നാളെയും അതുപോലെ തന്നെ നിൽക്കും, മറ്റന്നാളോ അതുപോലെ തന്നെ നിൽക്കും, ഇനി ആഴ്ചക്കണക്കിനും വർഷക്കണക്കിനും മാസക്കണക്കിനും അതുപോലെ തന്നെ നിൽക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നിങ്ങൾ ഏകദേശം നിങ്ങളുടെ മനസ്സ് ശരിയാക്കി, നിങ്ങൾ റിക്കവേർഡായി, ഹീൽഡായി, നൈസായിട്ട് അങ്ങനെ പൊളി മൂഡിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ നിങ്ങളുടെ വ്യക്തി വന്ന് വീണ്ടും ഇങ്ങനെ കുണുകുണു പറയുമ്പോൾ വീണ്ടും ചെല്ലും. അങ്ങനെ ഇപ്പൊ നിങ്ങൾ ചെല്ലാനായിട്ട് നിങ്ങൾ ഒരു കയ്യകലത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും പുള്ളി എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ പുള്ളിക്കാരത്തി എങ്ങനെയെങ്കിലും നിങ്ങളാക്കിയെടുക്കും. പിന്നെന്താ, വീണ്ടും പഴയപടി. പിന്നെ മഷിയിട്ട് നോക്കിയ ആളെ കാണൂല. അല്ലാന്നുണ്ടെങ്കിൽ ഓടിയ വഴിക്ക് ഒരു പുല്ല് പോലും മുളച്ചിട്ടുണ്ടാവില്ല. കാരണം ചില കാര്യത്തിൽ ഉസൈൻ ബോൾട്ടും നിങ്ങളുടെ മച്ചമ്പിയും കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉസൈൻ ബോൾട്ടിന് 3rd പ്രൈസും നിങ്ങളുടെ മച്ചമ്പിക്ക് ഫസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെയുള്ള ഓട്ടം വെച്ച് കൊടുക്കും ചില കാര്യങ്ങൾക്ക്. പിന്നെ ഇയാള് എന്ത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇറിറ്റേഷൻ ആവും. നിങ്ങൾ ചോദ്യം ചെയ്യുന്ന ആളുകളായിരിക്കും, നിങ്ങൾ സംശയരോഗികളായിരിക്കും, അതും അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളായിരിക്കും. നിങ്ങൾ സിറ്റുവേഷൻസ് നോക്കി എന്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് നോക്കി എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ എൻ്റെ സിറ്റുവേഷൻസ് മനസ്സിലാക്കുന്നില്ല, മര്യാദക്ക് അല്ലെങ്കിൽ ഞാൻ ബ്ലോക്ക് ചെയ്യും, അതും അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ കാണിക്കും എന്നൊക്കെ നിങ്ങളെ ഭീഷണിപ്പെടുത്തും. ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ചില കാര്യങ്ങൾക്ക് അതായത് ഇവർക്ക് സ്നേഹിക്കാൻ ചില സമയത്ത് നന്നായിട്ട് അറിയാം, ചില സമയത്ത് എന്താ ഈ കല്ലാണ് നെഞ്ചിലെന്നൊക്കെ പറയൂലേ, അതുപോലെയുള്ള പ്രവൃത്തികളൊക്കെ കാണിച്ചു കളയും. ചില സമയത്ത് നന്നായിട്ട് സ്നേഹിക്കാനൊക്കെ അറിയാം, ചില സമയത്ത് എന്താണ് പഞ്ചസാരേനേക്കാളും കൂടുതൽ പഞ്ചസാര അടിക്കാനൊക്കെ അറിയാം. പഞ്ചസാര വിചാരിക്കും, അയ്യോ ദൈവമേ, അയ്യോ ഈ ചേട്ടൻ, അല്ലെങ്കിൽ അയ്യോ ഈ ചേച്ചി എന്നേക്കാളും വലിയ പഞ്ചസാരയാണല്ലോ. പഞ്ചസാര വരെ തോറ്റുപോയിട്ടുണ്ട് ഇവരുടെ പഞ്ചസാര സംസാരത്തിൽ, മനസ്സിലായോ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ചില സമയത്ത് അങ്ങനെയൊക്കെ നിങ്ങളോട് സംസാരിക്കാൻ അറിയാം. ചില സമയത്ത് എന്താ പറയാ, കരിങ്കല്ല് വരെ വിചാരിച്ചിട്ടുണ്ടാവും, ഓ ഇതെന്താ എന്നെക്കാളും വെട്ടിയ ചേട്ടനാണ്, അല്ലെങ്കിൽ എന്നെക്കാളും വെട്ടിയ പുള്ളിക്കാരത്തിയാണ് ഇവ. കാരണം മനസ്സിന്റെ അകത്തോട്ട് ഒന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒരു എന്താ പറയാ, ഒന്നും അങ്ങോട്ട് മനസ്സിലാക്കാത്ത പോലെ, വിഷമങ്ങളൊന്നും കാണാത്ത പോലെയൊക്കെ നിൽക്കും. അതിന് പകരമായിട്ട് മറ്റുള്ള സിറ്റുവേഷൻസിനോ മറ്റുള്ള വ്യക്തികൾക്കോ, അല്ലെങ്കിൽ മറ്റുള്ള ഇപ്പൊ ജോലിയുടെ കാര്യമാണെങ്കിൽ അത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തികൾക്കോ, ഫ്രണ്ട്സിനോ പാരൻസിനോ വേറെ ഏതെങ്കിലും വ്യക്തിബന്ധങ്ങൾക്കോ വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ട് അതിൽ കൂടി ഇങ്ങനെ അവരുടെ സംസാരത്തിന്, അവരുടേതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ അമിത പ്രാധാന്യം കൊടുക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ചില സമയത്ത് ഇങ്ങനെയാണ്, ചില സമയത്താണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടേതായിട്ടുള്ള കാര്യങ്ങളും ചെയ്യും. അങ്ങനെയുള്ള ഒരു കാര്യമുണ്ട്. പിന്നെ ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഒരു 70% ആളുകളുടെ വ്യക്തികൾക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും 70% ആളുകൾക്കും ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് വേറൊരു സിറ്റുവേഷൻസിൽ നിന്നോ വേറൊരു വ്യക്തികളുടെ അടുത്ത് നിന്നോ കിട്ടിയിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, കാരണം ഇവിടെ മനസ്സ് മാറുമോ എന്നൊരു ചോദ്യത്തിന് മനസ്സ് മാറുന്നതിനേക്കാളും മുമ്പായിട്ട് സ്വഭാവം ചേഞ്ചസ് ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സ് ഓട്ടോമാറ്റിക്കലി മാറും. കാരണം പല കാര്യങ്ങളും ഇപ്പൊ നിങ്ങൾക്ക് അനുഭവിച്ച, നിങ്ങളെ ഏൽപ്പിച്ച പല ബുദ്ധിമുട്ടുകളും സ്വന്തമായിട്ട് അനുഭവിക്കുമ്പോൾ അതെന്തായിരുന്നു എന്നുള്ളൊരു ബോധ്യം വരും. കാരണം നമ്മളിപ്പോ ഒരാളെ
ഇങ്ങനെ ഒന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അടിക്കുന്നവനേക്കാളും അടി കൊള്ളുന്നവനല്ലേ വേദന എടുക്കുന്നത്. നമ്മൾ പറയുന്നതിനേക്കാളും അനുഭവിക്കുമ്പോഴല്ലേ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുകയുള്ളൂ. അപ്പൊ ആ ഒരു പരിപാടി നടക്കുമ്പോൾ മനസ്സല്ല, സ്വഭാവമല്ല, ആള് തന്നെ മാറിപ്പോകും. അതാണ് അതിന്റെ ഒരു കാര്യം. കാരണം ഈ ആൾക്ക് പല കാര്യങ്ങളും അറിയാം. എന്ത് ചെയ്ത് എങ്ങനെയാണ്, എന്ത് ചെയ്താൽ എങ്ങനെയാണെന്നൊക്കെ അറിയാം. പിന്നെ എന്താ പറയാ, ഈ ഉറക്കം നടിക്കുന്നവനല്ലേ, ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവനല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. ഉറക്കം നടിക്കുന്നവനെന്നും നടിച്ചോണ്ടേ ഇരിക്കുള്ളൂ. നിങ്ങളുടെ വ്യക്തിക്ക് ചില ഡ്രീംസ് ഉണ്ട്. ധനികനാകണം, ധനികയാവണം, അതും അല്ലെന്നുണ്ടെങ്കിൽ നല്ല ടിപ്പ് ടോപ്പായിട്ട് നല്ല അടിച്ചു പൊളിച്ച് നല്ല വേഷവിധാനങ്ങളോടുകൂടി നടക്കണം. അതും അല്ലെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ജോബ് എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ എനിക്കൊരു വളരെ വലിയ ലക്ഷറി ആയിട്ട് ജീവിക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ കയ്യിലുള്ളതായിട്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സ് മാറാനൊക്കെ ചാൻസ് ഉണ്ട്. കാര്യങ്ങൾ വർക്കഹോളിക് ആയിട്ടുള്ള ആളായിരിക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ഈഗോ അടിച്ചിരിക്കുന്ന ആളുമായിരിക്കാം. കാരണം മനസ്സ് മാറ്റണമെന്നുണ്ട്. മനസ്സ് മാറ്റാനായിട്ടുള്ള ഒരു കാര്യങ്ങൾ വരുമ്പോൾ പുറകിൽ നിന്നുള്ളൊരു ഇങ്ങനെ വലിക്കല്, പുറകിൽ നിന്നുള്ളൊരു ഫോഴ്സ്, ആ ഒരു കാര്യം വിട്ടാൽ തന്നെ നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷനായി. പക്ഷെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു ആക്ഷനിലോട്ട് വരിക, ഒരു സ്ട്രോങ് ഡിസിഷനിലോട്ട് വരിക, ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് ഒന്ന് ചിന്തിക്കുക. നമ്മൾ പല കാര്യങ്ങളും ഹൃദയപരമായിട്ട് പല കാര്യങ്ങളും ചിന്തിക്കുമല്ലോ. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഹൃദയം കൊണ്ട് ചിന്തിച്ചോ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ച് കാര്യങ്ങൾ പ്രാക്ടിക്കലി കൂടി ഒന്ന് ചിന്തയിലോട്ട് വരിക. അതായത് പുള്ളിക്ക് നിങ്ങളുടെ അടുത്ത് വരണം, അല്ലെങ്കിൽ പുള്ളിക്കാരത്തേക്ക് നിങ്ങളുടെ അടുത്ത് വരണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. അതായത് ആവശ്യമില്ലാത്ത ആളുകളുമായിട്ടുള്ള പിടിവള്ളി, ചില വള്ളിക്കെട്ട് ഒക്കെ കാലിലുണ്ട്. അപ്പൊ അതൊക്കെയാണ് നിങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്നതിന് ഒരു കല്ലുകടി, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിനൊരു കല്ലുകടി, നിങ്ങളുടെ ബന്ധത്തിലൊരു കല്ലുകടിയായിട്ട് നിൽക്കുന്നത്. ചില ആളുകൾക്ക് ബ്ലാക്ക് മാജിക് നിങ്ങളുടെ കൂടിച്ചേരലിന് ഒരു കുഴപ്പമായിട്ട് നിൽക്കുന്നുണ്ട്. ചില ആളുകൾക്ക് ഈഗോ തന്നെയാണ്. ഞാൻ ഇങ്ങനെ കാണിക്കുള്ളൂ, അവരെന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, ഞാൻ എൻ്റെ പ്രവൃത്തി ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷെ നിങ്ങളൊരു വൈസ് ഡിസിഷൻ എടുക്കുക. അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിക്ക് ഒരു സ്ട്രോങ് ആയിട്ട് നിങ്ങൾ നിൽക്കുക. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് നിങ്ങൾ നിൽക്കുക. കാരണം നമ്മളുടെ ഒരു നിമിഷത്തെ തീരുമാനത്തിന്, നല്ല തീരുമാനമാണെന്നുണ്ടെങ്കിൽ അത് ജീവിതകാലം മുഴുവനും നമ്മൾക്ക് നല്ല കാര്യങ്ങൾ കൊണ്ടുവന്ന് തരും. ഒരു നിമിഷത്തെ തെറ്റായിട്ടുള്ള ഒരു തീരുമാനമാണെങ്കിൽ നേരെ തിരിച്ച് ജീവിതകാലം മുഴുവനും നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കി തരും. അതുകൊണ്ടിട്ട് നമ്മൾ ഒന്ന് ചിന്തിക്കുമ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള നല്ല കാര്യങ്ങൾ, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ആള് വരുവാണെന്നുണ്ടെങ്കിലും, പുതിയൊരു തുടക്കങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ ഇടയിൽ വരുന്ന മറ്റുള്ള വ്യക്തികൾക്കുള്ള അമിത പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങൾ തന്നെ ഒന്ന് മാറ്റി നിർത്താൻ പറയുക. ഓക്കെ, അങ്ങനെ ഈ മൂന്നാമത്തെ ഒരു കാര്യം ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ അകത്ത് 100-ൽ 110% പ്രശ്നം ഉണ്ടാവില്ല. അതിപ്പോ ഒരു വ്യക്തികളാണെങ്കിലും, വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ആണെങ്കിലും, എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും, ഫ്രണ്ട്സ് ആണെങ്കിലും, പാരൻസ് ആണെങ്കിലും, എന്താണെങ്കിലും. ഓക്കെ, അതാണ് ഈ മനസ്സിനെ ഒന്ന് ഇങ്ങനെ പിന്നോട്ട് വലിക്കുന്നത്. ഓക്കെ, പുള്ളി എന്തെങ്കിലും ഒരു പരിപാടി, അല്ലെങ്കിൽ പുള്ളിക്കാരത്തി എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു മനസ്സിൽ തോന്നി നിങ്ങളോട് നല്ല കാര്യങ്ങൾക്ക് വരുമ്പോൾ പുറകിൽ നിന്നുള്ള ഒരു വലിയുണ്ട് ഇങ്ങനെ, മനസ്സിലായോ? ആ ഒരു കാര്യം വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്ട് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്ട് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.